ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം. ആരാ ചേച്ചി ഇവിടെ വന്നത്? എന്താ ചേച്ചി, എന്ത് പറ്റി? ചേച്ചി എന്താ മിണ്ടാത്തത്? ആരാ ഇവിടെ വന്നത്? പറയൂ ചേച്ചി, ആരാ ഇവിടെ വന്നത്? മുതലാളി. അയാളിവിടെ വന്നു. അയാൾക്ക് എന്നെ വേണം. എന്റെ കൈക്ക് കയറി പിടിച്ചു. ചേച്ചി, ഞാൻ വന്നിട്ട് എനിക്ക് അരിയിട്ടാ മതി. നീ എങ്ങോട്ട് പോന്നു? എന്റെ ചേച്ചിയെ പിടിച്ചവന്റെ കൈ വെട്ടിയെടുക്കാൻ. നീ പോരുതേ, അങ്ങോട്ട് പോരുതേ. ഞാൻ പോകും. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ പോകുന്നു ചേച്ചി. അയ്യോ തങ്കപ്പാ, നീ പോരുതേ. അയാൾ മുതലാളിയാണ്. അയാൾക്ക് ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഞാൻ മാത്രം മതി. ചേച്ചി അങ്ങോട്ട് മാറില്ല. ഞാൻ മാറില്ല. നീ പോരുതേ. വിടു ചേച്ചി. ഇല്ല, വിടാനാ പറഞ്ഞത്. തങ്കപ്പാ, തങ്കപ്പാ. നീ എന്റെ വീട്ടിൽ വന്നു അല്ലേ? എന്റെ ചേച്ചിയെ അതിന് പകരം ചോദിക്കാൻ നിന്നെ കൊല്ലാനാണ് ഞാൻ പറഞ്ഞത്. മുതലാളി എന്ത് പറ്റി? പോലീസ് സ്റ്റേഷനിലേക്ക്. വീട്ടിലേക്ക് കയറി ചെന്നത്. ചേട്ടാ, യുവന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാ നമ്മളെന്ത് ചെയ്യും? മുതലാളി എന്തിനാ കാണുന്ന പെണ്ണുങ്ങളുടെ കയ്യെ കയറി പിടിക്കാൻ പോകുന്നത്? അതിന് നമുക്കെന്താ, പിടിക്കേണ്ടവരേ പിടിക്കൂ. നിന്നോട് അധികം നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? അയ്യോ, അദ്ദേഹം എന്നെ പെങ്ങളെപ്പോലെയാണ് കരുതിയിരിക്കുന്നത്. നിങ്ങൾ കോട്ടയത്ത് പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് എന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇതേവരെ വേണ്ടാത്തൊരു നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല. നമ്മളോട് അദ്ദേഹം നല്ല രീതിയില്ല, നമുക്കത് മതി. എനിക്ക് അദ്ദേഹം ദൈവത്തെ പോലെയാ. ആ തങ്കപ്പൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പാമ്പിനെ അവൻ നോവിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കോ
ആവോ. എടി ദേവി, തേവിടിച്ച് തുറക്കടി വാതിൽ. ആരാതെ? ആരാന്നാ ചോദിച്ചത്? നിന്റെ തന്ത. തുറക്കടി വാതിൽ. നീ തുറക്കില്ലല്ലേടി? ഇങ്ങോട്ടിറങ്ങി. വേഗം ഇവിടെ സ്ഥലം വിട്ടോ. ഇനി നിന്നെ പ്രദേശത്ത് കണ്ടുപോകരുത്. ഞാനിവിടുന്ന് പോയില്ലെങ്കിലോ? എങ്കിൽ ഇത്രയും പേരുടെ ശക്തി നീ അനുഭവിക്കും. നിന്നെ പിച്ചു ചിഞ്ചി ഇവിടെ കുഴിച്ചു മൂടും. ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിനക്കെടുക്കാം, എന്നിട്ട് പോകാം. എനിക്കിത് മാത്രം മതി. എടാ, ആരാണ് വീട്ടിനകത്ത്? എങ്ങനാ പുറത്ത്? എടാ, എങ്ങനാ പറഞ്ഞത്? എല്ലാതെയും തല ഞാൻ എറിഞ്ഞു കളയും. ഇറങ്ങാനാ പറഞ്ഞത്. എടാ, നിന്നെയാണടാ കൊല്ലേണ്ടത്. നീ എന്റെ അനിയനെ പോലീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് എന്റെ വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു. നിന്റെ തല ഞാൻ കൊയ്യും. സാധനങ്ങൾ താഴ്ത്തിടാൻ പറ. ഒറ്റയിടത്തിന് ഇറങ്ങിപ്പോരും. പറ. എല്ലായിടത്തും അകത്ത്. വരൂ. നീ കയറി കിടന്നുള്ളൂ. ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. വെളുക്കുന്നത് വരെ ഞാനിവിടെ കാവലിരുന്നോളാം. കയറി കിടന്നുള്ളൂ. വാതിലടച്ചു. അമ്മ പറഞ്ഞത് അമ്മാവൻ കഴിഞ്ഞ ആഴ്ച വരുമെന്നാണ്. ഇവൾ അയച്ചൊരു കത്തിന് ഞാൻ അങ്ങനെയാ മറുപടി അയച്ചത്. അവിടെയാണെങ്കിൽ ഒരു 100 കൂട്ടം പണി കിടക്കല്ലേ. അമ്മാവൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മുതലാളിയായിട്ട് വഴക്കുണ്ടായിന്ന് കേട്ടു. മുതലാളി കള്ളക്കേസ് ഉണ്ടാക്കി തങ്കപ്പനെ ലോക്കപ്പിലാക്കിയിരിക്കുക. എന്നിട്ട് രാത്രി കുറെ ഗുണ്ടകളെയും കൂട്ടി ദേവകിയെ ആക്രമിക്കാൻ ചെന്നു. എന്റെ പൊന്നുമോനെ, അവരൊക്കെ വലിയ ആളുകളാ. അവരുടെ ചോറാ നമ്മൾ തിന്നുന്നത്. നീ വഴക്കിനൊന്നും പോവണ്ട. എന്തിനാടാ ഇതിനൊക്കെ നടക്കുന്നത്? കൊള്ളാവുന്ന ആളുകളെ വെറുപ്പിക്കാതിരിക്കാൻ നോക്ക്. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നീ പഠിച്ചില്ല. മോട്ടോർ മെക്കാനിസം പഠിപ്പിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാക്കി. അവിടെ റിപ്പയറിന് വന്ന ഏതോ ഒരു വണ്ടി എടുത്ത് മരത്തെ കൊണ്ടിടിച്ചു പോന്നു. എല്ലാം നിന്റെ വിധിയാണെന്ന് വെച്ചാൽ മതി. നീ വെറുതെ വീട്ടിലിരുന്നാ മതിയെന്ന്. കാര്യം എന്താ പിള്ള പറ. നിനക്ക് ഇവിടെ ജോലി ഇല്ലെന്ന്. ജോലിയില്ലെന്നോ? അതടി, വെട്ടുകത്തിയും കൊണ്ട് മുതലാളിയെ വെട്ടാൻ ചെല്ലുമ്പോ ഓർക്കണം. വെട്ടാൻ ചെന്നത് വെറുതെയാണോ? നാണം കെട്ട പണിക്ക് വിളിച്ചിട്ടാണ്. അത്ര അഭിമാനമുള്ളവര് അദ്ദേഹത്തിന്റെ കാശ് വാങ്ങണ്ട. വെറുതെയല്ല, വേറെ ചെയ്തിട്ടാ കൂലി വാങ്ങുന്നത്. ഇന്ന് മുതൽ ദേവിയോടെ ജോലി ചെയ്യണ്ട, പിരിച്ചു വിട്ടിരിക്കുന്നു. നിങ്ങൾ ഇനി ജോലി ചെയ്യണ്ട. ദേവിയെ പിരിച്ചു വിട്ടു, നിങ്ങളെയും പിരിച്ചു വിട്ടിരിക്കുന്നു. അത് പറയാൻ താനാരാ? പറയേണ്ടതൊന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾ ആലോചിക്കാം പിരിഞ്ഞു പോണോ വേണ്ടയോ. ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നെ തല്ലാനും കൊല്ലാനും നടക്കുന്നവർക്ക് ഇവിടെ ജോലിയില്ല.
നിങ്ങൾ എന്താണ് ബഹളം ഉണ്ടാക്കുന്നത്? ഇവരെയാണ് പിരിച്ചുവിടുന്നത്. നിങ്ങൾ പോയി ജോലി ചെയ്യണം. ഇവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഞങ്ങളും ജോലിയില്ല. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. തൊഴിലാളി യൂണിയൻ മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. തൊഴിലാളി യൂണിയൻ തൊഴിലാളി യൂണിയൻ മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. തൊഴിലാളി യൂണിയൻ മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. തിരിച്ചുവിട്ടവരെ മുതലാളിയുടെ അക്രമം അവസാനിപ്പിക്കുക. നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകണം. ഇല്ല സർ, കഴിഞ്ഞ പല ദിവസങ്ങളായി തൊഴിലാളികൾ സമരത്തിലാണ്. മുതലാളിക്ക് ഞങ്ങൾ 4 കത്തുകൾ അയച്ചു. ഒന്നിനും മറുപടിയില്ല. വായിച്ചു നോക്കാൻ പോലും സമയമില്ലെന്ന്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് മുതലാളിയുമായി സംസാരിക്കണം, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അതിനെന്താ, സംസാരിക്കാമല്ലോ. ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. ആരാ വരുന്നത്? ചെന്നാട്ടെ. വരൂ. എന്താ? പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണം. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ അവരുടെ യൂണിയൻ പ്രസിഡന്റാണ്. ഞാനാണ് അവർക്ക് ജോലി കൊടുത്തത്. ഞാനാണ് അവരെ പിരിച്ചുവിട്ടതും. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് പറയണമെന്ന വാക്കുകൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. നമുക്ക് എവിടെങ്കിലും ഒരു സൗകര്യമായി സംസാരിക്കാം. എവിടെ ഇരുന്നാലും എനിക്ക് ഒറ്റ മറുപടിയുള്ളൂ. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. ഒന്നുകൂടെ ആലോചിച്ചു നോക്കും. ഏത് പ്രശ്നവും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ തീരുകയില്ല. തൊഴിലാളികൾ പണിമുടക്കിയിരിക്കാൻ അവരോട് പണി ചെയ്യാൻ പറ. തിരിച്ചുവിട്ടവരുടെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പണി മുടക്കിയത്. എങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. ഈ പിടിവാശി അപകടത്തിലേക്കാണ് പോകുന്നത്. ആർക്കാണ് അപകടം? എനിക്കോ അതല്ല നിങ്ങൾക്കോ? തൊഴിലാളികൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് പോകാം. തൊഴിലാളിയുടെ ശക്തി, അവന്റെ ക്ഷമ, ഇതൊന്നും നിങ്ങൾ പരീക്ഷിക്കരുത്. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കരുത്. സാർ, ഞങ്ങൾ തെമ്മാടികളല്ല, തൊഴിലാളികളാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞ അയക്ക് മനസ്സിലാവില്ല. പറയേണ്ടതുപോലെ പറയണം. ഇവരുടെ കാര്യം ഒരു വിട്ടുവീഴ്ചയോടുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ? ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ പണി മുടക്കിയവരെല്ലാം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. തൊണ്ടികൾ. നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം, മുതലാളി പിടിവാശി ഉപേക്ഷിക്കില്ല. അയാൾ നിങ്ങളെ തിരിച്ചെടുക്കില്ല. ഇങ്ങനെയുള്ള മുതലാളിമാരെ വേരോടെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അത് എളുപ്പം കഴിയും. അയാൾക്ക് തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഗോപി പറഞ്ഞതാണ് ശരി. ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊന്നും തോന്നരുത്. പിരിച്ചുവിട്ട ജോലിക്കാരെ തിരിച്ചെടുത്ത ഈ ഇൻകുലാബ് സിന്ദാബാദും ഒക്കെ തീരില്ലേ? എന്തിനാ വേണ്ടാത്ത വഴക്കിനും വയ്യാവേലിക്കൊക്കെ പോകുന്നത്? പിരിച്ചുവിട്ടവർ ഇന്ന് തിരിച്ചെടുത്താൽ നാളെ ഒരു കൂലി കൂടുതൽ ചോദിക്കും, മറ്റന്നാളെ ഒരു വേറെന്തെങ്കിലും ചോദിക്കും. ഇതാണ് ജോലിക്കാരുടെ സ്വഭാവം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ അവരുമായി പിണങ്ങി ജയിക്കാൻ പോവാണോ? പിണങ്ങിയാൽ അവരെ ജയിക്കൂ. നീ ഹിന്ദുലാബുകാരെ പോലെ ചിന്തിക്കാതെ. നീ എന്റെ പോലെ, എന്നെ പോലെ ചിന്തിച്ചാ മതി. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. മനസ്സിലാകണ്ട. നീ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണ്ട. എല്ലാവരോടും ഇങ്ങനെയായാലോ? സ്വന്തം മകനോടും ഭാര്യയോടെങ്കിലും. നീ എന്നെ പഠിപ്പിക്കാണോ? എത്ര ആള് ജോലി ചെയ്ത സ്ഥലമാണ്, എത്ര പെണ്ണുങ്ങള്. ഇപ്പഴ ശാപ്പറമ്പ് കളിയായി. എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലേ മുതലാളി, ദിവസം നമുക്ക് എത്ര രൂപ നഷ്ടം? ഇനിയുള്ള ഓർഡറെങ്കിലും സമയത്ത് കൊടുക്കണം. ഞാൻ വേറെ ജോലിക്കാരെ കൊണ്ടും ജോലി ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നിയമം അനുവദിക്കുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം.
ആ തീയൊന്ന് നോക്കട്ടെ. കുഞ്ഞപ്പി എന്നല്ലേ പേര്? അതെ, അറിയുമോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഗോപിയാണ് അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കി. അല്ല, ഇവരൊക്കെ ഇവിടെ സമരമാണെന്നോ യുദ്ധമാണെന്നോ ഒക്കെ കേട്ടു. അതൊന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. ഓഹോ, അതിന് വന്നതാണല്ലേ? നിങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റും. അതിന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത്. എടോ പിള്ളേ, ഇവര് കരുതിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളും കരുതി തന്നെ വരാമെന്ന് മുതലാളിയോട് പറഞ്ഞേക്ക്.